നോക്കുവിന് അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം നമ്മുടെ പാപഭാരമായിരിക്കുന്ന മരക്കുരിശ് ചുമന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരമാണ് അവൻ ചുമന്നുകൊണ്ടു പോകുന്ന മരക്കുരിശ്. ഇന്നും കുരിശിനെ ചുംബിക്കുന്നവർ ദൈവത്തെ പരിഹസിക്കുന്നു. നിന്റെ പാപഭാരത്തെ നീ വീണ്ടും ചുംബിക്കുന്നു. യേശുക്രിസ്തു നിന്റെ പാപത്തെ ചുമന്നൊഴിച്ചിട്ടും നീ എന്താണ് ദുഃഖ വെള്ളിയാഴ്ച ദിവസം അതേ മരക്കുരിശ് വീണ്ടും ചുമക്ക വഴി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പരിഹസിക്കുകയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല, ഞങ്ങളുടെ പാപപരിഹാരം ഞങ്ങൾ തന്നെ നേടിക്കൊള്ളാമെന്ന്, ഞങ്ങൾ മറ്റൊരുവന്റെ ദാനം അംഗീകരിപ്പാൻ തക്കവണ്ണം എന്താണ് ഞങ്ങൾ ചെറിയവരല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പാപമോചനം നേടാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാപഭാരം ദുഃഖ വെള്ളിയാഴ്ച ചുമന്നുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ കാഴ്ചവെപ്പിട്ടെന്താണ് നിന്ദിച്ചു കളയാണ്. എന്നാൽ അതിന്റെ ആവശ്യമില്ല, മാനസാന്തരപ്പെട്ടാൽ മതി. അവൻ നമ്മുടെ പാപഭാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് ചുമന്നതാണ്. ആ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാൻ അത്രേ ദൈവം കൽപ്പിക്കുന്നത്. വീണ്ടും കഴുകുമരം കുരിശുമരം ചുമക്കുവാനല്ല, വീണ്ടും നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുവാനല്ല, വീണ്ടും നീ പദയാത്രകളും തീർത്ഥാടനങ്ങളും യാഗങ്ങളും ബലികളും കഴിക്കുവാനുമല്ല. യേശുക്രിസ്തു നിനക്ക് വേണ്ടി സകലതും നിവർത്തിച്ചതാണ്. അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യനോട് ശത്രുത്വമായിരിക്കും നടിച്ചവർ ഇടിച്ചു കളഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞ പിതാവേ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവർത്തിയായിരിക്കുന്നു. ഏത് പാപിക്കും സ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് കടന്നു ചെല്ലുവാന് ഇതാ ഞാൻ എന്ന് പറയുന്ന ഏക മധ്യസ്ഥനിൽ കൂടെ, അതേ ദൈവം ഏകനേ ഉള്ളൂ, ഒരുവനേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവനേ ഉള്ളൂ. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ച മനുഷ്യനായ ക്രിസ്തു തന്നെ, നമ്മുടെ പാപത്തിന്റെ മറുപടിയായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു തന്നെ, ആ മനുഷ്യനായ ക്രിസ്തു തന്നെ, ആ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്ന ഒരു മനുഷ്യനായിട്ട് ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ എല്ലാ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റു. അതൊന്ന് വിശ്വസിക്കാനുള്ള താഴ്മയുണ്ടെങ്കിൽ നിനക്ക് സമാധാനം.